പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെല്ലാവരെയും ഈ അത്ഭുത പ്രാർത്ഥനയായ അനുദിന വിമോചന പ്രാർത്ഥനയിലേക്ക്, ഡെയിലി ഡെലിവറൻസിൻ്റെ ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, നിങ്ങളെല്ലാവരെയും സുഖപ്പെടുത്തട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഇന്ന് ഉത്തരം കിട്ടട്ടെ. നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് ഒപ്പിയെടുക്കട്ടെ. നിങ്ങളുടെ പുറത്തു പറയാൻ പറ്റാത്ത രോഗപീഠകൾ കർത്താവ് എടുത്തു മാറ്റട്ടെ. ഈശോയാണ് ഏറ്റവും വലിയ ഡോക്ടർ, ഈശോയാണ് ഏറ്റവും വലിയ വൈദ്യൻ, യേശുവാണ് ഏറ്റവും വലിയ വിമോചകൻ. ഈ അൾത്താരയിൽ ഡെയിലി ഡെലിവറൻസ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളെ അനുഗ്രഹിക്കാൻ പരിശുദ്ധ കുർബാനയിൽ ഈശോ അത്ഭുതങ്ങളുടെ ദൈവം സന്നിഹിതനാണ്. മക്കളെ, ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്കെല്ലാവർക്കും ഒരു അത്ഭുത ദിവസമാണ്. നമ്മുടെ അത്ഭുത ദിവസത്തിന് കാരണം നമ്മുടെ ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ വിശുദ്ധ തോമസ് ശ്ലീഹയുടെ വലിയ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുക. വിശുദ്ധ തോമസ് ശ്ലീഹയിലൂടെ നമ്മുടെ ഭാരതത്തിന് ലഭിച്ച ആ വിശ്വാസ പാരമ്പര്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ തോമസ് ശ്ലീഹ ഈ ഭാരതത്തിൽ കൊണ്ടുവന്ന് പകർന്നു നൽകിയ ആ വിശ്വാസ പാരമ്പര്യത്തെ റോമൻ കത്തോലിക്കയുമായി ബന്ധപ്പെടുത്തിയ അത്ഭുത ദേവാലയത്തിലാണ് നാം ഈ ശുശ്രൂഷ നടത്തുന്നത്. ഈ ദേവാലയം അത്ഭുത ദേവാലയമായി മാറിയത് ഭാരതത്തിലെ മുഴുവൻ സഭകളെയും റോമൻ കത്തോലിക്ക സഭയാക്കി മാറ്റുന്നതിന് ചരിത്രം കുറിച്ച പള്ളിയിലാണ്. പ്രിയപ്പെട്ട മക്കളെ, നാം ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നടത്തുന്നത്. ഇന്ന് തോമസ് ശ്ലീഹ മലയാളികളായ എല്ലാവർക്കും വേണ്ടി വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. നമ്മുടെ എല്ലാ കെട്ടുകൾ പൊട്ടുന്ന ദിവസമാണ്. നമ്മുടെ എല്ലാ ഭാരങ്ങൾ വിടുവിക്കുന്ന ദിവസമാണ്. നമ്മുടെ രോഗങ്ങൾ വിട്ടുമാറുന്ന ദിവസമാണ്. കാരണം നമ്മുടെ ഭാരതത്തിൻ്റെ അപ്പോസ്തലൻ, നമ്മുടെ ഭാരതത്തിലെ അപ്പോസ്തലൻ നമുക്ക് പകർന്നു നൽകിയ വിശ്വാസം, ആ തീഷ്ണതയോടെ ആ ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ തോമസ് ശ്ലീഹയോട് ചേർന്ന് നമുക്ക് ഒച്ചത്തിൽ വിളിക്കാം, യേശുവേ യേശുവേ. ഏതെങ്കിലും ചങ്ങലകൾ പൊട്ടാനുണ്ടെങ്കിൽ ഇന്നത് പൊട്ടിപ്പോവും. ഏതെങ്കിലും പറമ്പിന്റെ കച്ചവടങ്ങൾ നടക്കാനുണ്ടെങ്കിൽ അതിൻ്റെ തടസ്സം മാറപ്പെടും. നിഗൂഢമായ പാരമ്പര്യ രോഗങ്ങളും നിഗൂഢമായ രോഗപീഠകളും നിരന്തരമുള്ള സാമ്പത്തിക ബന്ധനങ്ങളും കുടുംബത്തിലെ നിരന്തരമുള്ള കലഹങ്ങളും കുടുംബ തകർച്ചകളും കല്യാണ തടസ്സങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശുദ്ധ തോമസ് ശ്ലീഹയുടെ പ്രാർത്ഥനയാൽ അത്ഭുതകരമായി നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. വിശുദ്ധ തോമസ് ശ്ലീഹയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇന്നൊരു പ്രത്യേകതര ഡെലിവറൻസ് നടക്കുക. അതായത് ദൈവത്തിൽ നിന്ന് അകന്ന്, കത്തോലിക്ക സഭയിൽ നിന്ന് അകന്ന് പല സെക്റ്റുകളിലേക്ക് പോയി കുടുങ്ങി, പല കൂടാരങ്ങളിലേക്ക് പോയി കുടുങ്ങി, പണം നഷ്ടപ്പെട്ട്, മാനം നഷ്ടപ്പെട്ട്, ഒന്നുമില്ലാതായി പുറത്ത് വരാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ വിശ്വാസം നഷ്ടപ്പെട്ട് കിടക്കുന്ന ആ ഭാരതത്തിലെ എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് മലയാളികളെ, ലോകം മുഴുവനുള്ള മലയാളികളെ, ഒരുപക്ഷെ നമ്മുടെ മകൻ്റെ വിശ്വാസമായിരിക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത്, മകളുടെ വിശ്വാസമായിരിക്കും. ലോകത്ത് ചെന്ന്, വിദേശ രാജ്യങ്ങളിലേക്ക് ചെന്ന് അവിടുത്തെ മായാജാല ലോകത്തെ കണ്ട് അതാണ് സത്യമെന്ന് കരുതി തൻ്റെ അപ്പനും അമ്മയും തോമസ് ശ്ലീഹ പകർന്നു കൊടുത്ത വിശ്വാസത്തിലൂടെ, അമ്മിഞ്ഞപ്പാലിലൂടെ നൽകപ്പെട്ട വിശ്വാസത്തെ ത്യജിച്ച്, വിശ്വാസമില്ലാതെ, ഹൃദയകാഠിന്യത്തോടെ, പ്രാർത്ഥനയില്ലാതെ അപ്പൻ്റെ അമ്മയുടെ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞ് ദൈവത്തിന് പിന്തിരിഞ്ഞ് നിന്ന് അവസാനം
നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴുന്ന എത്രയോ മക്കളാണുള്ളത്. ഒരു രോഗം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ ആരുടെ അടുത്ത് പോകുമെന്നറിയാതെ അവസാനം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്ന എത്രയോ യുവതി യുവാക്കന്മാര് തെറ്റായ ബന്ധങ്ങളിൽ ചെന്നുപെട്ട് അവരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി, ആത്മാവിനെ നഷ്ടപ്പെടുത്തി, അത്രയും നാൾ പഠിച്ചു വന്ന വിശ്വാസത്തിനും പാരമ്പര്യങ്ങൾക്കും വിലയില്ലാതെ കളഞ്ഞ് ജീവിക്കുന്ന എത്രയോ മക്കള്. തോമാസ് ലീഗയുടെ ഹൃദയം വേദനിക്കുകയാണ്. തോമാസ് ലീഗ അവരെ ഓർത്തുനിന്ന് കരയുകയാണ്. മക്കളെ, തോമാസ് ലീഗ മടങ്ങി വന്ന് ഈശോ തൻ്റെ മുറിക്കപ്പെട്ട ഹൃദയം കാണിച്ചപ്പോൾ തോമ നിലവിളിച്ചില്ലേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അങ്ങനെ ഇന്ന് വിശ്വാസം നഷ്ടപ്പെട്ട് ദൈവസ്നേഹത്തിലാകാത്ത കത്തോലിക്ക സഭയിൽ നിന്ന് അകന്ന് നിൽക്കുന്നവരെ സെക്റ്റുകളിൽ കൂടാരങ്ങളിലൊക്കെ പോയി പെട്ടുപോയവർക്ക് വേണ്ടി തോമാസ് ലീഗയോട് ചേർന്ന് കരങ്ങൾ ഉയർത്തി നമുക്ക് വിളിക്കാം. മക്കളെ, യേശുവേ ഡെലിവറൻസ് കൊടുക്കണമേ, ഡെലിവറൻസ് കൊടുക്കണമേ, ഡെലിവറൻസ് കൊടുക്കണമേ. ഒരു മകൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ അവനെ പള്ളി കണ്ടില്ല. അപ്പം ഞാൻ അവനെ വിളിച്ചു ഫോൺ ചെയ്തു, എടാ നിന്നെ പള്ളി കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ, നീ എന്താ പള്ളി വരാത്ത? അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ എനിക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് വലിയ ഒരു പരുവ്, ഒരു കുരു വന്നിരിക്കുക, എനിക്കിരിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, മോനെ നീ ആശുപത്രി പോ. അച്ഛാ എനിക്ക് ആശുപത്രി പോകാനായിട്ട് പറ്റുന്നില്ല, കാരണം ഇത് അവരെ കാണിക്കാൻ എനിക്ക് ഭയങ്കര മടിയാ, തടസ്സമാണ്. നോക്കി, ഇതേപോലെ അനേകം പേര് നിഗൂഢമായ രോഗപീഠകൾ നിമിത്തം ആശുപത്രി പോകാൻ പറ്റാതെ ജീവിക്കുന്നവരുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പെട്ടെന്ന് ആശുപത്രി പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ വേദന അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്. അങ്ങനെ നിഗൂഢമായ രോഗങ്ങൾ ഇന്ന് വിശുദ്ധ തോമായിലൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അത്ഭുതം പ്രവർത്തിക്കുന്നു. അനവധി ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്തുന്നുണ്ട്, ട്യൂമർ രോഗികൾക്ക് സൗഖ്യം കിട്ടുന്നുണ്ട്, കടബാധിതർക്ക് മോചനം കിട്ടും. കാരണം തോമസ് ലീഗ ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. നമ്മുടെ വിഷാദ രോഗങ്ങൾ മാറുന്നുണ്ട്, വിശ്വാസത്തിനെതിരായി ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട്, അതിലൂടെ കടന്നു വന്ന കെട്ടുകൾ പൊട്ടിപ്പോകുന്നുണ്ട്, അതിലൂടെ കടന്നു വന്ന ബന്ധനങ്ങൾ ഇല്ലാതാകുന്നുണ്ട്. ഒറ്റ കാര്യം ചെയ്താൽ മതി, വിശ്വാസത്തോടെ തോമസ് ലീഗയോട് ചേർന്ന് ഒരു പടി മുന്നോട്ട് വെച്ച് ഈശോയേ എന്ന് വിളിച്ച്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് കർത്താവിൻ്റെ ശക്തിയിൽ, കരുത്തിൽ തോമസ് ലീഗയുടെ പ്രാർത്ഥന യാചിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ ഈ ഡെലിവറൻസിനായി നമുക്ക് സമർപ്പിക്കാം. ഇന്ന് നമുക്ക് ലഭിച്ച വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 27-28 വചനം പറയുക. അവൻ തോമാസിനോട് പറഞ്ഞു, ഭയങ്കര അതിശക്തമായൊരു സുവിശേഷ ഭാഗം. ഈ വചനം ഇന്നേ ദിവസം പല ആവർത്തി വായിക്കുമ്പോൾ തന്നെ പല കെട്ടുകൾ പൊട്ടപ്പെടും, പല തടസ്സങ്ങൾ മാറും, മത്സര പരീക്ഷയുടെ മേലുള്ള ബന്ധനങ്ങൾ മാറും, വിസയുടെ മേലുള്ള ബന്ധനങ്ങൾ മാറും, OET, ജർമ്മൻ, IELTS അത്തരത്തിലുള്ള പരീക്ഷകൾ നിരന്തരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർ ബന്ധനം മാറി അവർക്ക് വിജയം കിട്ടാൻ പോകുക, വിസയുടെ തടസ്സം മാറാൻ പോകുക, മകൻ്റെ മേലുള്ള പീഡകൾ മാറാൻ പോകുക. നോക്കി, ആ വചനം ഉരുവിട്ടാൽ മതി. അവൻ തോമാസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈകൾ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. മക്കളെ ഒരുമിച്ചെന്ന് പറഞ്ഞ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. തോമസ് ലീഗയോട് ചേർന്ന് ഡെലിവറൻസ് കിട്ടാൻ വേണ്ടി സ്വരമുയർത്തി പറഞ്ഞ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഒരിക്കൽ കൂടി പറഞ്ഞ്, ഏത് മേഖലയിലാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും, ഏത് തടസ്സങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളതെങ്കിലും,
ഏത് ജോലി തടസ്സമാകട്ടെ, കല്യാണ തടസ്സമാകട്ടെ, സമ്പത്തിന്റെ തടസ്സമാകട്ടെ, തലവേദനയാകട്ടെ, രോഗങ്ങളാകട്ടെ, പറമ്പിന്റെ പ്രശ്നങ്ങളാകട്ടെ, അതിര് തർക്കങ്ങളാകട്ടെ, കുടുംബ തകർച്ചകളാകട്ടെ, എന്തു തന്നെ ആകട്ടെ, ഇന്ന് ഡെലിവറൻസ് കിട്ടുന്നത് വിശുദ്ധ തോമയോട് ചേർന്നുകൊണ്ട്, കരങ്ങൾ നെഞ്ചോട് ചേർത്തുകൊണ്ട് പറ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ആ വിളി വിമോചനത്തിന്റെ വിളിയാ, ആ വിളി ഡെലിവറൻസിന്റെ വിളിയാ, ആ വിളി രോഗശാന്തിയുടെ വിളിയാ, ആ വിളി ദൈവസ്നേഹത്തിന്റെ വിളിയാ, ആ വിളി വിശ്വാസത്തെ ആഴപ്പെടുത്തുന്ന വിളിയാ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ ഇറങ്ങി വരണമേ. ഞങ്ങൾ വിശുദ്ധ തോമസ് ലീഗയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് മലയാളികളുടെ മേൽ ഇന്ന് പ്രത്യേകം ഇത് ഇറങ്ങി വന്ന് കേരളത്തിലെ സഭകളെ പ്രത്യേകം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലത്തീൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മലങ്കര സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ മെത്രാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ പ്രേക്ഷിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. The name of the Father and of the Son and of the Holy Spirit. The name of the Father Almighty, Creator of heaven and earth, and in the name of Jesus Christ, His only begotten Son, our Lord and our Savior, and in the name of the Holy Spirit, the Paraclete, and through the powerful intercession of the Blessed Virgin Mary, and through the intercession of the archangels and Michael, and through the intercession of all the angels and saints, and with the grace conferred on me through the sacrament of priestly ordination, I hereby rebuke, I hereby command every spirit of darkness and oppression, obsession and affliction, every spirit which causes any kind of sickness or problem in the life of these persons, to depart from them and go to the feet of Jesus. Let Jesus, who had conquered the power of Satan through his passion and death and resurrection, take control over you and send you to the outside darkness. And in the name of Jesus, Son of God, I challenge every spell and work of darkness, and I further command you, Satan and satanic powers, to go to the feet of Jesus Christ, to be bound forever and never to return. Let the precious blood of Jesus cover all of you, cover these people, and protect them from all snares of devil through this deliverance, O Heavenly Father. Let these persons experience the fullness of Jesus' redemption and glorify your name now and forever. In the name of the Father, and of the Son, and of the Holy Spirit. Amen. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ എല്ലാ രോഗങ്ങള്, എല്ലാ പീഡകള്, എല്ലാ അസ്വസ്ഥതകള് നിങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച ദിവസത്തെ ടൈം ടേബിള് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. രാവിലെ 6:45 പരിശുദ്ധ കുർബാനയും അന്ത്യോന്യൂസിനാളിന്റെ നൊവേനയും ഈ ദേവാലയത്തിൽ. പിന്നീട് 10 മണിക്ക് ചെറിയ ഒരു ശുശ്രൂഷ, തുടർന്ന് 11:30 മണിക്ക് അന്ത്യോന്യൂസിനാളിനോടുള്ള അതിനു മുമ്പുള്ള കുർബാനയും അന്ത്യോന്യൂസിനാളിനുള്ള നൊവേന, വീണ്ടും മധ്യസ്ഥ പ്രാർത്ഥന, വൈകുന്നേരം 5 മണിക്ക് ജപമാല, 5:30 കുർബാന, തുടർന്ന് 6 മണി മുതൽ 8 മണി വരെ അതിശക്തമായ ശുശ്രൂഷ, 8:30 മണിക്ക് അന്ത്യോന്യൂസിനാളിനോടുള്ള നൊവേന, തിരുശേഷിപ്പ് വണക്കം. സാധിക്കുന്ന എല്ലാവരെയും ഈ ദേവാലയത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.